ഇന്നെന്തായാലും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി, ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചീസ് കാണാതായിരിക്കുന്നു. ഏത് ചീസാ കാണാതെ പോയത്? എന്റെ ഗാർലിക് ചീസാണ് കാണാതായത്. ആരാണ് കഴിച്ചത്? പിന്നെ ആരാണ് കഴിച്ചത്? വെയിലടിച്ചപ്പോൾ കുളത്തിലുള്ള വെള്ളമെല്ലാം ആവിയായി. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചീസ് എവിടെ പോയി? അടികൈ. ഈഷ്, രാത്രി ജോലിയിൽ ഇത് മാത്രമേ ഉപകാരമായിട്ടുള്ളൂ. കാരണം ഡിന്നറിന് പിസ കഴിക്കാം. ഈഷ്, ഡബിൾ ടോപ്പിംഗ് ആണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഇതൊരെണ്ണമല്ലേ ഉള്ളൂ, ബാക്കി എവിടെ പോയി? പോലീസിന്റെ പിസയിൽ കള്ളനോ? ഇന്ന് വീണ്ടും ചീസ് കാണാതായിരിക്കാണ്. നിങ്ങളുടെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. മര്യാദക്ക് സത്യം പറഞ്ഞോ, നിങ്ങൾ ആരാണ് ചീസ് കഴിച്ചത്? മാഡം, ചീസ് പോപ്പട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അടിച്ചു പൊളിച്ചു തിമർത്തു. ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ചോദിച്ചു മേടിച്ച് കഴിക്കും, മോഷ്ടിച്ച് കഴിക്കില്ല. സംശയട്ടോ? വീട്ടിനകത്തുള്ള ചീസ് എല്ലാം കാണാതാവുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? ഉടനെ പറയൂ, ആരാണത്? നീയാണോ കഴിച്ചത്? അല്ല, നീ ആയിരിക്കും കഴിച്ചത്. അല്ല, ഇവനായിരിക്കും. ഇല്ല, നീയാണോ കഴിച്ചത്? കഴുതേ, ഞാൻ കഴിച്ചെങ്കില് പിന്നെ എന്തിനാ നിന്നോട് ചോദിക്കുന്നേ? എങ്കിൽ കള്ളൻ വേറെ ആരോ ആണ്. സംശയട്ടോ? ആരാണെങ്കിലും ശരി, നമുക്കവനെ കണ്ടെത്തണം. ആരാടാ നീ? കള്ളനാണ് ഞാൻ. സർക്കസിലുണ്ടാവും കുള്ളൻ. നീയാണോ കള്ളൻ? അടികൈ. എടാ മണ്ട, കൈയടിച്ച ശബ്ദം കേട്ട് വീട്ടുകാരെല്ലാം എഴുന്നേൽക്കും. ശബ്ദമുണ്ടാക്കാൻ മോട്ടിക്കാൻ നോക്ക്. നമുക്ക് പപ്പാതിയായിട്ട് പിരിച്ചെടുക്കാനേ. എടാ മണ്ട, ഇത് എന്റെ വീടാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ നീ എന്തിനാ മോഷ്ടിക്കുന്നേ? ചെളി ഉണങ്ങിയപ്പോൾ റോഡെല്ലാം മണ്ണാണ്. ഞാൻ മോഷ്ടിക്കല ചെയ്യുന്നത്, മോഷ്ടാവിനെ പിടിക്കുകയാണ്. അടികൈ. വൃത്തികേട്. അവിടെ നിൽക്കാൻ. ചീസ് മോഷ്ടിക്കില്ല നിന്റെ പണിയല്ലേ? നീ കാരണം ഞാൻ സാൻഡ്വിച്ച് പോലും കഴിച്ചില്ല, അറിയാമോ? ഞാൻ ചീസ് ഒന്നും മോഷ്ടിക്കില്ലടോ. എനിക്ക് മിൽക്ക് പ്രോഡക്റ്റ് ഭയങ്കര അലർജിയാ. ഞാൻ പാലും തൈരും പോലും കഴിക്കില്ല. ബസ് സ്റ്റോപ്പിലുണ്ടാവും ചുള്ളൻ. നീയല്ലേ അപ്പൊ കള്ളൻ? അടികൈ. അടിച്ചു കൈ. ചീസ് കള്ളൻ നീ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇന്നാ എന്റെ പാന്റ് ഇട്ടോണ്ട് പൊയ്ക്കോ. ഇവനല്ലെങ്കിൽ ചീസ് കള്ളൻ പിന്നെ ആരായിരിക്കും? നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന് കണ്ടോ? കള്ളൻ. വൃത്തികെട്ടവനെ, ഏത് വീട്ടിൽ നീ താമസിക്കുന്നോ അവിടെ തന്നെ മോഷ്ടിക്കുന്നോ? എടാ, ഞാൻ മോഷ്ടിച്ച് കഴിക്കാറില്ല. കള്ളം പറയുന്ന വാക്ക് കേട്ടില്ലേ? നീ എന്നെ കള്ളൻ എന്ന് വിളിച്ചല്ലേ? ഞാൻ എന്താണ് മോഷ്ടിച്ചത്? എന്റെ ഫ്രണ്ട് നീ കാരണം പോയി. നീയല്ലേ ഫ്രിഡ്ജിൽ നിന്ന് ചീസ് മോഷ്ടിച്ചത്? അവളോട് നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നീയല്ലേ പറഞ്ഞത് നിനക്ക് വേണ്ടി ഞാൻ എന്തോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? എടാ കഴുതേ, ഞാൻ ഈ ബ്രേസ്ലെറ്റിന്റെ കാര്യമാ പറഞ്ഞത്. ഇത് ബ്രേസ്ലെറ്റ് ആണ്, ചീസ് അല്ല. ചീസ് എവിടെയാണെന്ന് പറയേ. ഓഹോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിക്കടാ അവിടെ. സാറേ, ഉടൻ തന്നെ കേസ് എടുക്കൂ. ഉടനെ കേസ് എടുക്കൂ. എല്ലാവരുടെയും സുഹൃത്താ, കേസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാശില്ലാത്ത ATM-ൽ ആരാണ് ചെന്നത്? ഞാനും ഇവിടെ കേസ് കൊടുക്കാനാണ് വന്നത്. അടികൈ. എന്റെ കേസും കൂടെ എഴുതിക്കോ. എന്റെ ചീസും പോയി. ഈഷ്, എല്ലാവരും കേസ് കൊടുക്കാനാണോ വന്നത്? എന്താണ് മോഷണം പോയത്? ചീസ്.
നിങ്ങളത് പോ. ഞാൻ എങ്ങനെയാ പോയി ചീസ് കള്ളനെ പിടിക്കുക? ആ കള്ളൻ എന്റെ പിസയിലുണ്ടായിരുന്ന ചീസും കട്ടുകൊണ്ടുപോയി. അങ്ങ് ഇൻസ്പെക്ടറാണ്, അങ്ങ് കള്ളനെ പിടിച്ചേ മതിയാവുള്ളൂ. ഇന്നെന്തായാലും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി. എന്റെ അമ്മച്ചി. പോപ്പട്ട്, ഹണിയുടെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ നീയും തുടങ്ങിയോ അവനെ പോലെ? ഞാൻ നിങ്ങളെ സഹായിക്കുകയായിരുന്നു. നല്ലത് ഏതാ ആരും കാണാറില്ലല്ലോ. സംശയമുണ്ടോ? അതൊക്കെ പോട്ടെ, ചീസ് കളനെ എങ്ങനെയാ പിടിക്കുക? ആദ്യം ചീസ് കളനെ ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്റെ പേരാണ് ലീസ്. ഞാൻ ഈ പട്ടണത്തിലെ ചീസുകളെല്ലാം മോഷ്ടിച്ചിരിക്കും. ഇവനൊരു ഒന്നൊന്നര കള്ളം തന്നെയാ. പട്ടണത്തിലെ മുഴുവൻ ചീസും കാണാതെ പോയിരിക്കാന്നേ. അതെ, കടകളിലും സൂപ്പർ മാർക്കറ്റിലുള്ള ചീസ് വരെ മോഷണം പോയിരിക്കുന്നു. ഈഷ്, എങ്ങനെയാ അവനെ കണ്ടെത്തുക? ഒരു തുമ്പും തന്നെ കിട്ടുന്നില്ലല്ലോ. ഇന്ന് അവനെ പിടിക്കാൻ കഴിയും. അവന്റെ അടുത്ത മോഷണം എവിടെ നടത്താൻ പോകുന്നെന്ന് എനിക്കറിയാം. ചീസ് ഫാക്ടറി. എന്റെ പേരാണ് ലീസ്. ഞാൻ മോഷ്ടിക്കും ഈ പട്ടണത്തിലെ ചീസ്. എല്ലാവരും അലർട്ടായിട്ടിരിക്കണം. ആ കള്ളൻ തീർച്ചയായിട്ടും ഇവിടെ എത്തും. ദാ നോക്ക്, എല്ലാവരും നോക്കിയിരിക്കണം. അവൻ രക്ഷപ്പെടാനേ പാടില്ല. ഇന്നത്തോടെ അവന്റെ കഥ തീർക്കണം. കൊച്ചളിയ, കള്ളനെ കാണുന്നുണ്ടോ? കഴുതേ, വിളിച്ചു കൂവരുത്. കള്ളന് കാര്യം പിടികിട്ടും. എടാ, ശബ്ദം ഉണ്ടാക്കാതിരിക്കെ. കള്ളന്മാർക്ക് കാര്യം പിടികിട്ടും. പിന്നെ എങ്ങനെയാ അവന്മാരെ പിടിക്കുക? അത് ശരി, ചീസ് കളനെ പിടിക്കാൻ പോവുകയാണോ? പിന്നല്ലാതെ ഞങ്ങൾ എന്താ അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നെന്ന് കരുതിയോ? ചീസിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇങ്ങട്ടാ, ഈ ചീസൊക്കെ ഞാൻ സേഫ് ആയിട്ട് ഒരിടത്ത് കൊണ്ടുപോയി സൂക്ഷിക്കാം. പിടി. എടാ, എന്താ നീ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നെന്ന്? ഈ ചേട്ടൻ ചീസ് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. എടാ, ഇവൻ ചീസ് മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ്. ഓടിക്കോ, ഓടിക്കോ. എന്റെ പേര് ലീസ്. ഞാൻ മോഷ്ടിക്കും പട്ടണത്തിലെ ചീസ്. അടിപൊളി, നന്നായിട്ടുണ്ട്. എന്ത് നല്ല കവിതയാണിത്. അടികൈ. എന്റെ പൊന്നോ, ഇവിടെ കവിത മത്സരമല്ല നടക്കുന്നത്. പിടിക്കവനെ. സാമ്പാറും കൂട്ടി ചോറുണ്ടു. ഈ ചൂല അറിയാതെ നിങ്ങളുടെ പുറത്ത് കൊണ്ടു. അടികൈ. ഞാൻ കർത്ത എല്ലാവരുടെയും സുഹൃത്താ. പിടിച്ചു. ഓ, ഞാൻ പിടിച്ചു. കള്ളനെ ഇതാ ഞാൻ പിടിച്ചിരിക്കുന്നു. വാലിന്ന് വിടറ, അല്ലെങ്കിൽ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. അണ്ണാ, വാലിന്ന് വിടുവോ?
ഇനി എങ്ങനെ നീ രക്ഷപ്പെടും ബൈ ബൈ. എടാ, നിന്നെ ഞാൻ എന്തായാലും സമ്മതിച്ചു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മൂത്തരാമേ, ഇവനോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കേണ്ടത് കൊടുത്താലേ കാര്യം നടക്കൂ. സംശയമുണ്ടോ? ഇവന്റെ കയ്യിൽ നിന്ന് ഫാൻ പിടിച്ചു വാങ്ങിക്കേ. എടാ ചീസ് കള്ള, നിന്നെ ഞാൻ ലോക്കപ്പിൽ കയറ്റി നിന്റെ ഉള്ളിലെ ചീസ് ഞാൻ വെളിയിലെടുക്കും. സിനിമ കാണാൻ പോയപ്പോൾ ടിക്കറ്റ് ഫുള്ളാ. ഇനി ചീസ് കള്ളന്മാരെ കൊണ്ട് പ്രശ്നമില്ല. അടിക്കൈ. ബണി, ഈ ചീസ് കള്ളന്മാർ ഇവിടെ വരുമെന്ന് നിനക്ക് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? മാഡം 2 ദിവസത്തിൽ പട്ടണത്തിലുള്ള ചീസ് എല്ലാം മോഷണം പോയി. ഒരാളെ കൊണ്ട് ഇത്രയും കഴിക്കാൻ കഴിയില്ല. അപ്പൊ എനിക്ക് പിടികിട്ടി, ഇത് സംഘം ചേർന്ന് മോഷ്ടിക്കാണെന്ന്. ഈ പട്ടണം മുഴുവൻ വിൽപ്പന നടത്തുന്ന ചീസ് ഇവിടെ ഉള്ളതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്ത മോഷണം ഇവിടെ തന്നെ ആയിരിക്കുമെന്ന്. കൊച്ചളിയ, നീ ഒരു സംഭവം തന്നെയാ. വല്യളിയ, നിന്നെ പോലൊരു സംഭവം ഈ നാട്ടിൽ തന്നെ ഇല്ല.